അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിലേക്ക് ഇത് ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറത്ത് തൂർ 16 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ ആയത്തുകളുടെ ഒരു വിഷയം, പിന്നെ ആദ്യത്തെ കുറച്ച് ആയത്തുകൾ പരലോകത്തിനെ തെളിയിക്കുന്ന ആയത്തുകളാണ്. അപ്പം പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഉള്ള തെളിവുകൾ വെച്ചുകൊണ്ട് പിന്നെ പരലോകമുണ്ട് എന്ന് തെളിയിക്കുന്ന ആയത്തുകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ തെളിവുകളെ പിന്നെ നിഷേധിച്ചവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതാണ് മുക്കദ്ദിബ്, ഓർമ്മ ഉണ്ടാവും. പിന്നെ കളവാക്കിയവർ, അതുപോലെ ഹൗദ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യേണ്ട കാര്യമല്ല ചെയ്യുന്നത്. അപ്പം വളരെ തിരക്കിലായിരിക്കും, പക്ഷേ പിന്നെ അള്ളാഹിൻ്റെ മാർഗത്തിലല്ല, ശരിയായ കാര്യങ്ങളല്ല ചെയ്യുന്നത്. അതാണ് ഹൗദ് എന്ന് പറഞ്ഞത്. അതേപോലെ ലൈബ് എന്ന സ്വഭാവം നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടാവും. ഈ എല്ലാത്തിനെയും നിസ്സാരമായിട്ട് കാണുക, ഒരു ഗൗരവമില്ലാതിരിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ആയത്ത് 17 മുതൽ 20 വരെയുള്ള ആയത്ത് സൂറത്ത് തൂറിൽ, ഇതിൽ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പോൾ ആയത്തിൽ അതിൻ്റെ വാക്കർത്ഥം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. 17-ാമത്തെ ആയത്ത്, ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വ നഈം. എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, ഉറപ്പായും. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ തഖ്വ ഉള്ളവരാണ് മുത്തഖീൻ. അപ്പോൾ ഈ തഖ്വ എന്താണ് എന്നുള്ളത്, തഖ്വ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ പ്രധാനത്തെ വിഷയം. ഞാനത് വിശദീകരിക്കാം. തഖ്വ എന്ന വാക്കിൻ്റെ അർത്ഥം, ആ വാക്ക് വരുന്നത് വിഖായ എന്നുള്ള റൂട്ടിൽ നിന്നാണ്. വിഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ പ്രതിരോധിക്കുന്നതിനെയും സംരക്ഷിക്കുന്നതിനും പറയുന്ന പിന്നെ പദമാണ്. എന്ന് വെച്ചാൽ എന്തിനെങ്കിലും പ്രതിരോധിക്കുക, സംരക്ഷിക്കുക. ഞാനത് വിശദീകരിക്കാം. അതേപോലെ സൂക്ഷ്മത എന്ന് ചില ട്രാൻസ്ലേഷനിൽ തഖ്വ കാണുമ്പോൾ സൂക്ഷ്മത എന്ന് കാണിക്കാറ്. അതേപോലെ എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലൊക്കെ മദ്രസയിൽ ഭയഭക്തി എന്ന് പഠിച്ചിട്ടായിരിക്കും നമ്മൾ തഖ്വ പൊതുവെ പഠിക്കാറ്. ഈ മൂന്നിനും അർത്ഥമുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അപ്പം ഇന്നൽ മുത്തഖീൻ, തഖ്വ ഉള്ളവർ, ഫി ജന്നാത്തിൻ, അവരെവിടെയായിരിക്കും? സ്വർഗത്തോപ്പുകളിലായിരിക്കും. വ നഈം. അപ്പോൾ ജന്നാത്തിൻ എന്നുള്ളത് നമ്മൾ പിന്നെ ധാരാളമായിട്ട് പിന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഖുർആനിൽ ജന്നത്തിൻ്റെ കൂടെ നഈം എന്നുള്ളത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നൊരു വാക്കാണ് നഈം എന്നുള്ളത്. ശരിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നിഅമത്ത് വരുന്നത് നഈം സെയിമാണ്. നിഅമത്ത് എന്ന് നമ്മൾ സാധാരണ അനുഗ്രഹം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നത് അവിടുന്ന്. നഈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഖത്തിന് പറയുന്നതാണ്. അതേപോലെ തന്നെ ആനന്ദം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന, പിന്നെ വളരെ എല്ലാം സുഖകരമായ, എല്ലാം എളുപ്പമായ, ഒരു പ്രശ്നവും ഇല്ലാത്ത അവസ്ഥക്കാണ് നഈം എന്ന് പറയുക. ഒരു ബുദ്ധിമുട്ടും ആശങ്കയും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചോദിക്കാം. പക്ഷെ ഇവിടെ ശരിക്ക് നഈം എന്നുള്ളത് എന്താണ് എന്നുള്ളത് അവിടെ പോയാലേ അനുഭവിക്കുള്ളൂ. ഇവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുമെങ്കിലും പിന്നെയും ജോലി തിരക്ക്, പ്രശ്നം, ജോലി, ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം. ഭൂമിയിൽ പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയാത്ത ഒന്നാണ് സുഖം. നമ്മൾ കുറച്ചാണ് അനുഭവിക്കുന്നത്. സ്വർഗത്തിലേതാണ് നഈം, എല്ലാ ആശങ്കകളും വിട്ട അവസ്ഥ. അപ്പോൾ ഫി ജന്നാത്തിൻ വ നഈം, ഈ ലോകത്തിൽ നിഅമത്ത് അള്ളാഹു തരുന്നതാണ്, അനുഗ്രഹം. എന്താണ് അള്ളാഹു തരുന്ന അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിഭവങ്ങൾ മാത്രമല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്താണ്? നമ്മളെന്തോ പൈസ ചോദിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ ചോദിക്കുന്നത് ഹിദായത്താണ്. എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള നേർവഴി കാണിക്കുന്നതിനും നഈമാണ്. അപ്പം നിഅമത്ത് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇതാകുന്നത്. അപ്പം ഈ ലോകത്തിലെ നിഅമത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകത്തിലെ നഈം നേടാൻ വേണ്ടിയിട്ട് ആ നിഅമത്തിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിന് ഇസ്ലാമികമായിട്ട് അതിനെ പറയുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു പ്രയോഗത്തിൽ ജന്നാത്തിൻ വ നഈം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ സ്വർഗവും നഈമും എന്നാണ്. ശരിക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ അതിലെന്തുണ്ട്? നഈമുണ്ട്. ജന്നാത്തിൻ നഈം എന്ന് ഖുർആൻ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. വാ ഉപയോഗിക്കാതെ ജന്നാത്തിൻ നഈം, നിഅമത്ത്, എല്ലാ ആനന്ദവുമുള്ള സ്വർഗം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് ജന്നാത്തിൻ വ നഈം, സ്വർഗവും
ആനന്ദവും എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഖുർആൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു വാക്കിൽ തന്നെ ചിലപ്പം ഇനി പറയാൻ പോകുന്ന വാക്ക് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെങ്കിലും അതിനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് അതിനെ ഒന്നും കൂടി ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് ജന്നത്ത് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വിജയിച്ചാൽ എത്തുന്ന സ്ഥലത്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ജന്നത്ത് എന്ന് പറയുന്നത്. നഈം എന്ന് പറയുന്നത് നമ്മൾ അന്നേരം അനുഭവിക്കുന്ന, മനസ്സിൽ അനുഭവിക്കുന്ന ആ അനുഭവത്തെ കുറിക്കാനാണ് നഈം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടുണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു വീടുണ്ട്, ആ വീടിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നു എന്നുള്ളത് വേറൊരു സാധനമാണ്. അതേപോലെയാണ് ജന്നാത്തിൻ വനഈം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 17-ാമത്തെ ആയത്ത്. അപ്പം തഖ്വ ഉള്ളവർ എന്താകും? ജന്നാത്തിൻ വനഈം കിട്ടും. ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും. ഫാക്കിഹ് എന്നുള്ളതും നിങ്ങൾ ഖുർആൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർഗവുമായി പരലോകവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഫാക്കിഹ്. ഫാക്കിഹ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ചിയർഫുൾ, ജോയ്ഫുൾ, നമ്മൾ പിന്നെ ഉത്സാഹം, ആഹ്ലാദം എന്നൊക്കെ പറയുന്നതാണ്. സന്തോഷവും ആഹ്ലാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സന്തോഷം ആഹ്ലാദം തമ്മിൽ സന്തോഷത്തിനെ പ്രകടിപ്പിക്കുന്നതാണ് ശരിക്കും ആഹ്ലാദം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരാൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഭയങ്കര ചിരിച്ച് ഇതായിക്കൊള്ളൊന്നുമില്ല. ആഹ്ലാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഫാക്കിഹ് അതാണ്. ഫാക്കിഹ് എന്ന് പറഞ്ഞാൽ സന്തോഷമല്ല, പ്രകടിപ്പിക്കുന്ന സന്തോഷമാണ്. എന്ന് വെച്ചാൽ ആ മുഖം കണ്ടാൽ തന്നെ അറിയും, അതിലെ ചിരിയും ആനന്ദവും സംസാരത്തിലെ ടോണൊക്കെ കണ്ടാൽ തന്നെ അറിയും ഇയാൾ എന്താണ്, ഇയാൾ വളരെ സന്തോഷകര. അതാണ് ഫാക്കിഹ്. വല്ലാത്ത പ്രയോഗമാണ്. അള്ളാഹു പറയുന്നത് നമുക്ക് ശരിക്കും മനസ്സിൽ കാണാൻ കഴിയും. ഒരാൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ ഫാക്കിഹ് ആയിരിക്കും. ഫാക്കിഹീന എന്തിനാണ് അയാൾ സന്തോഷിക്കുന്നത്? ബിമാ ആതാഹും റബ്ബുഹും. അവരുടെ റബ്ബ് അവർക്ക് കൊടുത്തതിൽ അവരെന്താണ് വളരെ സന്തോഷം. അപ്പം എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കിട്ടുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഈ സന്തോഷം അടക്കാൻ കഴിയാതെ പുറത്ത് അയാളുടെ മുഖത്ത് കാണുന്നതാണ് ഇവിടെ പറയുന്നത്. ഖുർആൻ്റെ ഭാഷ സൗന്ദര്യമാണ്. വക്കാഹും റബ്ബുഹും. വക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തഖ്വ ഉപയോഗിച്ച വിക്കായൻ്റെ അതേ റൂട്ടാണ് വക്ക. വക്കാഹും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ സംരക്ഷിക്കും. അപ്പം നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മളെ സ്വഭാവമാണ് തഖ്വ. നമ്മളെ സംരക്ഷിക്കണം, അതാണ് തഖ്വ. ഈ ലോകത്ത് തെറ്റുകളിൽ നിന്നും നമ്മളെ സംരക്ഷണമാണ് തഖ്വ. അങ്ങനെ സംരക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? വക്കാഹും റബ്ബുഹും. പരലോകത്ത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. എന്തിൽ നിന്ന്? അദാബൽ ജഹീം. എന്തിൽ നിന്നാണ്? നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ 18-ാമത്തെ ആയത്തിൽ ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും. അവരുടെ റബ്ബ് കൊടുത്തതിൽ അവർ സന്തോഷിക്കുന്നു. പിന്നെ ഒന്നും കൂടി പറയാണ് വക്കാഹും റബ്ബുഹും. അവരുടെ റബ്ബ് അവരെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ശരിക്ക് ഒരു റബ്ബ് മതി അവിടെ. എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. റബ്ബ് എന്ത് ചെയ്തു? അവർക്ക് കൊടുത്തു, റബ്ബ് അവരെ സംരക്ഷിച്ചു. അപ്പോൾ ഒരൊറ്റ റബ്ബ് അവിടെ മതി. ഇവിടെ അള്ളാഹു 2 ടൈം റബ്ബുഹും എന്ന് ഉപയോഗിക്കുന്ന 2 കാരണം ഉണ്ടാകാം. ഒന്ന് അടുപ്പം കാണിക്കാനാണ്. അവരുടെ റബ്ബ് അവർക്ക് എന്ത് ചെയ്തു? കൊടുത്തു. അവരുടെ റബ്ബ് അവരെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളൊരു അടുപ്പം കാണിക്കാൻ. രണ്ടാമത്, അള്ളാഹു പരലോകത്ത് നമുക്ക് തരുന്ന 2 അനുഗ്രഹങ്ങളെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്നതാണ് ഇവിടെ. ഒന്നെന്താണ്? അള്ളാഹു നമുക്ക് തരുന്ന വിഭവങ്ങളാണ്, അനുഗ്രഹങ്ങൾ. നമുക്ക് തരുന്ന അവിടെ എന്തൊക്കെയാണോ സന്തോഷിക്കാൻ തരുന്നത് അതൊക്കെയാണ്. രണ്ടാമത്, അള്ളാഹ് നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് തന്നെ വേറെന്താണ്? ഒരു അനുഗ്രഹമാണ്. നമ്മളെ മനുഷ്യൻ്റെ പലപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹങ്ങളെയാണ് എണ്ണുക, സംരക്ഷിച്ചതിനെ നമ്മൾ എന്ത് ചെയ്യൂല, എണ്ണൂല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എവിടെയെങ്കിലും പിന്നെ നമുക്കെന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു അയച്ചാൽ നമ്മൾ ചോദിക്കും ദൈവം എവിടെ, അല്ലേ? സ്വാഭാവികമായിട്ടും എവിടെ ദൈവം? ദൈവം കാരുണ്യവാനാണെങ്കിൽ ആ കുട്ടീനെ രക്ഷിക്കേണ്ടതല്ലേ? അത്രയും ഭൂരിപക്ഷം കുട്ടികളെയും രക്ഷിച്ച അവസ്ഥയിലാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. അത്രയും കുട്ടികളെ രക്ഷിച്ചത് എന്ത് ചെയ്യൂല, നമ്മളെ മനസ്സിൽ വരൂല. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്തെങ്കിലും ഒരു സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിൻ്റെ അനുഗ്രഹം അൽഹംദുലില്ലാ എന്ന് പറയാം. നമുക്കൊരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ എന്തായിട്ട് കാണൂല? അനുഗ്രഹമായിട്ട് കരുതൂല. അള്ളാഹു ഇവിടെ പറയുന്നത് നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മുടെ ഹൃദയമിടിപ്പിനെ സംരക്ഷിക്കുന്നു, നമ്മുടെ ഒരു ആക്സിഡൻറ്റ് ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്താണ്? ഒരു അനുഗ്രഹമാണ്. പരലോകത്ത് അള്ളാഹു
നമുക്ക് തരും എന്നത് മാത്രമല്ല നമ്മളെ നരകത്തിൽ നിന്നും രക്ഷിക്കും എന്നുള്ളത് രണ്ട് അനുഗ്രഹമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് 18-ാമത്തെ ആയത്ത്. 19-ാമത്തെ ആയത്തിൽ അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എവിടെ ഇപ്പോൾ നമ്മളുള്ളത്? സ്വർഗത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ സ്വർഗത്തിൽ നഈം, നല്ല ആനന്ദത്തിലാണ്, ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളോട് പറയും. ആരാ പറയുകയെന്ന് അറിയില്ല, അള്ളാഹു ആയിരിക്കും, മലക്കുകളായിരിക്കും. നമ്മളോട് പറയും കുലു വഷ്റബു, നിങ്ങൾ എന്ത് ചെയ്തോളുക, തിന്നുകയും കുടിക്കുകയും ചെയ്തോളും. ഇവിടുന്ന് ശരിക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇപ്പോൾ തിന്നണ്ടെന്നാണ് പറയാറ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം അള്ളാഹു നമ്മളോട് പറയാണ് സ്നേഹത്തിൽ കുലു വഷ്റബു, നിങ്ങൾ എന്ത് ചെയ്തോളാം, തിന്നുകയും കുടിക്കുകയും ചെയ്തോളാം. അത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഹനീ അൻ എന്നാണ് പറയുന്നത്. ഹനീ അൻ, കുലു വഷ്റബു ഹനീ അൻ. ഹനീ അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറവും പ്രശ്നവും ഇല്ലാത്ത പൂർണ്ണമായ പിന്നെ എന്താണ് ആനന്ദം അനുഭവിക്കലാണ്. എന്ന് വെച്ചാൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും ആസ്വദിച്ചുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഭൂമിയിലെ എല്ലാ തിന്നലിൻ്റെയും കുടിക്കലിൻ്റെയും പ്രശ്നം എന്താണ്? ഫസ്റ്റ് തിന്നുമ്പോൾ തന്നെ ഏകദേശം ഫാറ്റൊക്കെ കൂട്ടുന്നതിൻ്റെ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിൽ വരും. നാളെ കിട്ടുമോ, ഇനി ഡിന്നറിന് എന്ത് കഴിക്കും, പല ആശങ്കകൾ കൊണ്ടാണ് ഇന്നത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്നത്. നാളെ കിട്ടുമോ, ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം, ഡൈജഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഹനീഅനാണ്. അതിൻ്റെ എല്ലാ പൂർണ്ണ ഒരാശങ്കയും ഇല്ലാതെ, ഒന്നും ആലോചിക്കാതെ, ഒന്നിനെയും ബേജാറില്ലാതെ നമുക്ക് തിന്നാനും കുടിക്കാനും കഴിയുമെന്നുള്ളതാണ് കുലു വഷ്റബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ എന്നാണ്. അവിടെ അള്ളാഹു, നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക, നമ്മൾ സ്വർഗത്തിലിരിക്കുമ്പം എല്ലാം ഓക്കെ ആയി, വിജയിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മളോട് തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനും പറയുന്നതിൻ്റെ അടുത്ത് അള്ളാഹ് പറയാണ് ബിമാ കുൻതും തഅമലൂൻ, നമ്മൾ എന്തുകൊണ്ടാണ് അത് നേടിയത് എന്നും കൂടി അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നമസ്കാരം ആ സുബ്ഹിക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ട് നീ എണീറ്റത് കൊണ്ട് നീ എന്ത് ചെയ്തോളാ, തിന്നുകയും കുടിക്കുകയും ചെയ്തോളാം. നീ കാണാൻ പാടില്ലാത്തത് കാണാൻ തോന്നിയിട്ടും കാണാതെ ഇരുന്നത് കൊണ്ട് നമ്മൾ എന്തുകൊണ്ട് അത് നേടി എന്നതിനെ കൂടെ നമ്മളെ അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 20-ാമത്തെ ആയത്തിൽ മുത്തക്കീന അലാ സുറൂറിൻ മസ്ഫൂഫ, അവരെന്ത് ചെയ്യും, വരിവരിയായി ഇട്ട കട്ടിലുകളിൽ ചാരി ഇരിക്കുന്നതായിരിക്കും അവർ. ആലോചിക്കണ്ടല്ലോ അല്ലേ സ്വർഗത്തിലെ കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ചാരി ഇരിക്കുന്നവർ ആയിരിക്കും. വസവ്വജ്നാഹും ബിഹൂരിൻ അയീൻ, ഏറ്റവും വെളുത്ത എന്ന് വെച്ചാൽ ഏറ്റവും നല്ല കണ്ണുകളുള്ള ഇണകളെ അള്ളാഹു എന്ത് ചെയ്യും, നമുക്കവിടെ തരും. ഹൂറിൻ അയീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം 2 വിഷയങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത്. ഒന്നാമത്തെ വിഷയം എന്താണ്, നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഏത് സ്വഭാവമാണ് വേണ്ടത് എന്നതാണ് ഒന്നാമത്തെ വിഷയം. അതെന്താണ്, തഖ്വയാണ്. രണ്ടാമത്തേത് ആ സ്വർഗത്തിൽ കടന്നാൽ എന്ത് കിട്ടും എന്നതാണ് രണ്ടാമത്തെ വിവരണം. അപ്പോൾ നമുക്ക് 2 വിഷയങ്ങളെ രണ്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വിഷയം സ്വർഗത്തിന് അർഹവരായവരുടെ സ്വഭാവം തഖ്വയാണ്. അപ്പോൾ തഖ്വയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സൂക്ഷ്മത. ഈ ഇസ്ലാം ഖുർആൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ കുറേ കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടാണ് ജീവിതത്തിനെ പഠിപ്പിക്കുന്നത്. ഈ കൺസെപ്റ്റുകളെ ശരിക്ക് നമ്മളെ മദ്രസ ലെവലിലൊക്കെ ആദ്യം തന്നെ എഴുതിയിട്ട്, ഇപ്പം നമ്മളിപ്പം കെമിസ്ട്രിയോ ബയോളജിയോ പഠിക്കുമ്പോൾ അതിൽ കുറേ കൺസെപ്റ്റുകളുണ്ട്. ഓരോ എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ്, ഇങ്ങനെ ഓരോ കൺസെപ്റ്റുകളുണ്ട്. ഈ കൺസെപ്റ്റ് വെച്ചാണ് നമ്മളൊരു വിഷയം പഠിക്കുക. നമ്മൾ ആകെ കൂടെ പരന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനിൽ കുറേ ബേസിക് കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്നെന്താണ്, ഈമാൻ, 2 ഇസ്ലാം, 3 ഇഹ്സാൻ, 4 തഖ്വ, ഇബാദത്ത്, ഖുശൂ, ഇങ്ങനെ കുറേ കൺസെപ്റ്റ്. ഇതിനൊക്കെ അടുക്കിയും ചിട്ടയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇസ്ലാം എന്താണ് എന്ന കൺസെപ്റ്റുകളിലൂടെ മനസ്സിലാവും. അപ്പോൾ അതിലൊന്നാണ് തഖ്വ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ എത്രയോ പ്രായം കഴിഞ്ഞിട്ട് പിന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടും ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റായ തഖ്വ അറിയാത്തവർ മുസ്ലിം സമുദായത്തിൽ വളരെ കൂടുതലായിരിക്കും. എന്താണ് തഖ്വ? സിമ്പിൾ കൺസെപ്റ്റാണ്. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അള്ളാഹുവിനെ അള്ളാഹ് ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇതാണ് എന്ത്, ഈമാൻ, വിശ്വാസം. അള്ളാഹിനെ വിശ്വസിച്ചു. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അള്ളാഹിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ഇസ്ലാം. നിയമങ്ങൾ, ഹറാമ്, ഹലാലുകൾ എല്ലാം ആണ് ഇസ്ലാം. ഈമാൻ അതാണ്, ഇസ്ലാം ഇതാണ്. തഖ്വ എന്താണ്? തഖ്വ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈമാനെ പിന്നെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ചുറ്റിലും പല കാരണങ്ങൾ നമുക്ക് വരും, പ്രലോഭനങ്ങൾ വരും. അതിനെ തടുക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ് എന്ത്, തഖ്വ. സിമ്പിളാണ്. ഈമാനെ സസ്റ്റെയിൻ ചെയ്യുന്ന നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ്
തക്വ. തക്വ ഇല്ലാതെ ഈമാൻ നിലനിൽക്കുകയില്ല. നമുക്ക് ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ തക്വ ഇല്ലാതെ ഒരടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തക്വ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം. നമ്മളെന്താണ്, കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇന്നത് നോക്കരുത്, ഇന്ന വസ്ത്രം ധരിക്കണം, ഇതൊക്കെ ഇസ്ലാമാണ്. ആ ഇസ്ലാം നമ്മൾ അനുസരിക്കാൻ കാരണം എന്താണ്, നമുക്ക് മനസ്സിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ഈ ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, തക്വ ഉണ്ടാകണം. ഇതാണ് തക്വ എന്ന് പറയുന്നത്. അപ്പോൾ തക്വ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ കൺസെപ്റ്റാണ്. ഖുർആൻ ഈ ആയത്തിൽ പറയുന്നത് നമുക്ക് തക്വ ഉണ്ടെങ്കിൽ നമ്മളെ പേരാണ് മുത്തക്കി. ആ മുത്തക്കി മാത്രമേ എവിടെ കിടക്കുകയുള്ളൂ, ജന്നത്തിൽ കിടക്കുകയുള്ളൂ. നമ്മൾ ഈ ജുമക്ക് പോയി കഴിഞ്ഞാൽ ഇമാമ് ഖുത്തുബയിൽ എല്ലാ ജുമയിലും പറയുന്നൊരായത്തുണ്ട്. ആ ആയത്ത് ഇതാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി. എന്താണ് പറയുന്നത്, നിങ്ങൾ തക്വ പാലിക്കണം. എങ്ങനെ തക്വ പാലിക്കണം, ശരിയായിട്ടുള്ള തക്വ പാലിക്കണം. എന്നിട്ട് പറയുന്നത് എന്താണ്, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ആരോടാ പറയുന്നത്, ഏതോ മുശ്രിക്കിനോടല്ല പറയുന്നത്, മുസ്ലിം അല്ലാത്തവരോടല്ല പറയുന്നത്. മുസ്ലിമായിട്ട് മുന്നിലിരിക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിലൊരു ഉറപ്പുമില്ല, ഇത് ഉറപ്പ് വരുത്തേണ്ട സാധനമാണ്. എങ്ങനെ ഉറപ്പ് വരുത്തേണ്ടത്, ഹക്ക തുക്കാത്തി, തക്വ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതാവസാനം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈമാനെ നിലനിർത്താം. ഈമാനും കൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റിലും നമ്മളെ ഈമാൻ കളയാനുള്ള സംവിധാനങ്ങൾ കാണാം. അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് തക്വ ഉണ്ടാകേണ്ടത്. ഒന്ന്, ഇസ്ലാമിൽ കുറേ ലിമിറ്റ് ഉണ്ട്, അതിരുകളുണ്ട്. ആ അതിരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ അതിര് കടക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, തക്വ വേണം. ഞാൻ വേറൊരു ആയത്ത് പറഞ്ഞത്, നമുക്ക് കാണാതെ അറിയുന്ന ഒരായത്ത്, വനഫ്സിം വമ സവ്വാഹ. എന്താണ് പറയുന്നത്, ആത്മാവിനെ അള്ളാഹു എന്ത് ചെയ്തു, കൃത്യമായിട്ട് സംവിധാനിച്ച് സന്തുലപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ അള്ളാഹു രണ്ട് സ്വഭാവം ഇട്ടു. ഒന്നാമത്തെ സ്വഭാവം എന്താണ്, ഫുജൂർ എന്ന് പറഞ്ഞാൽ അതിര് കടക്കലാണ്. ഏത് അതിര് വെച്ചാലും അതിനൊന്ന് കടന്നു നോക്കാം എന്ന സ്വഭാവം നമ്മുടെ ഉള്ളിൽ അള്ളാഹ് തന്നെ സൃഷ്ടിക്കുമ്പോൾ ഇട്ടതാണ്, പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്. നമ്മളിനി എന്തൊക്കെ ഭയങ്കര സംഭവമായാലും പ്രലോഭനം വന്നാൽ അതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു സ്വഭാവം ഫുജൂർ നമ്മുടെ ഉള്ളിൽ അള്ളാഹ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു നമ്മുടെ ഉള്ളിലിട്ടതാണ് എന്ത്, തഖ്വാഹ. തഖ്വ എന്താണ്, അതിനെ പിടിച്ചു വെക്ക്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണോ തഖ്വ പാലിച്ചുകൊണ്ട് ഫുജൂറിനെ ഇല്ലാതാക്കിയത് അവൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വിജയിക്കുള്ളൂ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇനി എന്തുകൊണ്ടാണ് തഖ്വ വേണ്ടത് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരാണോ നമ്മളെ സൃഷ്ടിച്ചത് അതേ അള്ളാഹു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സിറാത്തൽ മുസ്തഖീമിന് നമ്മളെ തെറ്റിക്കുന്ന ധാരാളം സംവിധാനങ്ങൾ ഈ ലോകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ള അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. ഒന്നെന്താണ് ഷെയ്ത്താനാണ്. ഷെയ്ത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കും, തഖ്വ ഇല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയില്ല. രണ്ട്, നമ്മുടെ മനസ്സാണ്. മൂന്ന്, ലോകം തന്നെ ഒരു വഞ്ചന, ഗുറൂറാണ് എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് തഖ്വ. ഇനി ഈ സൂറത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് തഖ്വക്ക് പ്രത്യേകത, എന്താണ് ഈ സൂറത്ത് പറയുന്നത്? നമുക്ക് ചുറ്റും ധാരാളം തെളിവുകളുണ്ട്. ആ തെളിവുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും പരലോകം ഉറപ്പാണ് എന്നുള്ളത്. അതാണ് സൂറത്ത് പറഞ്ഞു തുടങ്ങിയത്. ആ തെളിവുകളെ നിഷേധിച്ചവർ നരകത്തിൽ പോകും. പിന്നെന്തിനാണ് തഖ്വ പറയുന്നത്? ആ തെളിവുകളെ അംഗീകരിച്ചവർ സ്വർഗത്തിൽ പോകുന്നല്ലേ പറയേണ്ടത്. എന്തിനാണ് തഖ്വ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെളിവുകളെ കാണാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിന് തഖ്വ ഉണ്ടാണ്. തഖ്വ ഉണ്ടെങ്കിലേ തെളിവുകൾ കാണാത്ത കണ്ണിനെ അടച്ചു കളയുന്ന സാധനങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മുത്തക്കി എന്നവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ പരാജയപ്പെടുന്നവർ തെളിവുകളെ കളവാക്കിയവരാണെങ്കിൽ, ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുക. ഞാൻ പെട്ടെന്ന് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം അള്ളാഹ് ഉണ്ട് എന്നതിന് വളരെ സിമ്പിളൊരു തെളിവാണ് ചന്ദ്രൻ ഉണ്ട് എന്നുള്ളത്. ചന്ദ്രൻ ഇപ്പോൾ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ചന്ദ്രൻ അവിടെ ഉണ്ട്, വളരെ വലിയ അത്ഭുതമാണ്. അത്രയും ദൂരത്തിൽ വീഴാതെ ഒരു ഗോളം ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു തെളിവാണ്. ഇതിനെ ശരിക്കും നേരെ നോക്കിയാൽ എന്ത് മനസ്സിലാവും, അതിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാവും. പക്ഷെ അധികം ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? തെളിവില്ലാത്തത് കൊണ്ടല്ല. മനസ്സിനെ കാണാതിരിക്കാൻ വേണ്ടി ധാരാളം സ്വന്തം സ്വാർത്ഥത, ഈഗോ,
പഴയ നിലപാടുകൾ, കുറേ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യും. തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കണ്ണ് തുറക്കുന്ന രീതിയിൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് തെളിവുകൾ പറയുന്നിടത്ത് ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വനഈം എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ തെളിവുകളെ, സത്യത്തെ കാണാൻ തഖ്വ വേണമെന്ന് ഖുർആൻ സ്ട്രെസ് ചെയ്യുന്ന കുറേ ആയത്തുകൾ. അതിലൊന്ന് നമുക്ക് കാണാതെ അറിയുന്ന ആയത്താണ് സൂറ ബഖറ. ഖുർആൻ തുടങ്ങുന്ന ആയത്താണ് ഫാത്തിഹ കഴിഞ്ഞാൽ. എന്താ പറയുന്നത്? ദാലിക്കൽ കിതാബ്. സൂറ ബഖറ തുടങ്ങുന്നത് എന്താണ്? ദാലിക്കൽ കിതാബ്. ഏതാണ് കിതാബ്? ഇതാണ് കിതാബ്. ഏതാണ്? ഈ ഖുർആൻ. നമ്മുടെ മുന്നിൽ ഖുർആൻ ഉണ്ട്. നമ്മുടെ മുന്നിലും നമ്മുടെ അറയിലും നമ്മുടെ ഫോണിലൊക്കെ ഖുർആൻ ഉണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ. അതിലെന്തില്ല? ഒരു സംശയമില്ല, ഇത് ഉറപ്പാണ്, സത്യമാണ്. ഹുദല്ലിൽ മുത്തഖീൻ. ആർക്ക് മാത്രമേ അത് ഹിദായത്താവുള്ളൂ? തഖ്വ ഉള്ളവർക്ക് മാത്രമേ അത് ഹിദായത്തുള്ളൂ. എല്ലാത്തവർക്ക് അത് വായിക്കാം, അത് പഠിച്ചു എന്ന് പറയാം, അറിവാകാം, ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ ബക്കറയിൽ പശുവിൻ്റെ കഥ പറയുന്നുണ്ട്, മൂസാ നബിൻ്റെ കഥ പറയുന്നുണ്ട്, ഇതൊക്കെ അറിയാം. പക്ഷെ അത് ഹിദായത്താകുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? അത് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. ഇപ്പം നമ്മൾ തഖ്വയെക്കുറിച്ച് ഇപ്പോൾ ഇന്നത്തെ ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വനഈം ഒരായത്താണ്. ഈ ആയത്ത് ഒരാൾക്ക് വായിച്ചിട്ട് തഖ്വ എന്താണ്, അത് വിക്കായാൽ അത് സംരക്ഷിക്കലാണ്, ജന്നത്ത് അങ്ങനെയാണെന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടാം. ഈ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തഖ്വ ഉള്ളവനാകുക എന്നുള്ളതാണ് ഹിദായത്ത്. അതാകണമെങ്കിൽ എന്ത് വേണം? തഖ്വ ഉണ്ടെങ്കിലേ. അപ്പം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ അറിവ് എന്താവുള്ളൂ? അത് ഹിദായത്തായിട്ട് മാറുകയുള്ളൂ. ഇനി ഇത് ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. ഇഞ്ചീലിനെ കുറിച്ച്, ഈസാ നബി അലൈഹി സ്വലാമിന് കിട്ടിയ ഇഞ്ചീലിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് സൂറ മാഇദയിൽ 46-ാമത്തെ ആയത്തിൽ വഹുദൻ വമൗഇലതൻ ലിൽ മുത്തഖീൻ. വഹുദൻ, അത് ഹിദായത്ത് ആർക്കാണ്? മുത്തഖികൾക്ക് മാത്രമാണ്. തൗറാത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നു സൂറ അംബിയയിൽ വലഖദ് ആതൈന മൂസ വ ഹാറൂനൽ ഫുർഖാന വലിയാഅൻ വദിക്റ ലിൽ മുത്തഖീൻ. അപ്പം ഖുർആൻ ഹിദായത്ത് ആകണമെങ്കിൽ തഖ്വയാണെന്ന് പറഞ്ഞു. ഇഞ്ചീൽ, തൗറാത്ത് എല്ലാത്തിനെ കുറിച്ചും പറയുന്നത് അതൊരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ മനസ്സിനെ അതിനു വേണ്ടി ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളെ തടയാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം എന്നുള്ളതാണ്. സൂറ ബഖറയിൽ നമുക്ക് സാബത്ത് ദിവസത്തെ സംഭവം നമുക്ക് അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ കുരങ്ങുകൾ ആക്കിയ സംഭവം. അതിങ്ങനെ വിവരിച്ചതിന് ശേഷം അള്ളാഹു അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഫജഅൽനാഹ നകാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇലതൻ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖികൾക്ക് ഉപദേശമാണ് എന്നാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ സാബത്ത് നാളുടെ കഥയൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അതിനെക്കുറിച്ച് തിസീസും എസ്സേയും എഴുതാം, എത്ര ഖുർആൻ ക്ലാസും പ്രസംഗങ്ങളും മദ്രസയിൽ പോയിട്ട് കേൾക്കാം. പക്ഷെ ഇത് ആർക്ക് മാത്രമേ ഉപദേശമാവുള്ളൂ? തഖ്വ ഉള്ളവർക്ക് മാത്രമേ ഉപദേശമാവുള്ളൂ. തഖ്വ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പം അത് ഉള്ളിലേക്ക് എടുക്കാൻ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ തടയാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അത് ഉപദേശമാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ പറ്റും. സൂറ യൂനുസിൽ ഇന്ന ഫിഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതിൽ ഒരായത്തുണ്ട്. ആർക്കാണ്? ലി കൗമി യത്തഖൂൻ. തഖ്വ ഉള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ? അതിനെ ഇതുള്ളൂ എന്ന് പറയും. അവസാനത്തെ ആയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എന്ത്? ഖുറൈശികൾക്ക് അള്ളാനെ അറിയായിരുന്നു. പ്രവാചകൻ വരുന്നതിന് മുമ്പേ അള്ളാനെ അറിയായിരുന്നു, അല്ലേ? ക്ലിയർ ആണ്. എന്നുവെച്ചാൽ പ്രവാചകൻ അവിടെ പോയത് അള്ളാഹു എന്ന കൺസെപ്റ്റിനെ പരിചയപ്പെടുത്താനല്ല, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി കൊടുക്കാനാണ് പോയത്. ഓക്കെ. അള്ളാഹു ഖുർആനിൽ സൂറ യൂനുസിൽ 31-ാമത്തെ ആയത്തിൽ കുൽ മൈ യർസുഖുക്കും മിനസ്സമായി വൽ അർദ്, അവരോട് ചോദിക്കാം. ആരോട്? അബൂജഹലിനോടും ഖുറൈശികളോട് ചോദിക്കാം, ആരാണ് അവർക്ക് മഴ പെയ്ച്ചു കൊടുത്തത് എന്ന് ചോദിച്ചാൽ അവർ പറയും എന്ത്? കുലില്ല, അള്ളാഹു ആണ്. എന്നിട്ട് പറയാണ് അഫലാ തത്തഖൂൻ. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് തഖ്വ പാലിക്കാത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ആണ് മഴ പെയ്ച്ചത് എന്ന് നിങ്ങൾക്കറിയാം, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തഖ്വ പാലിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അറിവിനെ നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നില്ല? നിങ്ങളുടെ നിയമങ്ങളിൽ, നിങ്ങളുടെ പിന്നെ ഇടപാടുകളിൽ എന്തുകൊണ്ട് ആ അള്ളാഹുവിനെ എന്തുകൊണ്ടാണ് പകർത്താൻ കഴിയാത്തത്? തഖ്വ ഇല്ലാത്തതുകൊണ്ടാണ്. തഖ്വ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഈഗോയെയും അവരുടെ ബാക്കി ദൗർബല്യങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ലാത്തതുകൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. അപ്പം ഈ ആയത്ത് തരുന്നൊരു പ്രധാന പാഠം, മനുഷ്യർ സത്യം അറിയാത്തതിൻ്റെ കാര്യം അറിവിൻ്റെ ലഭ്യതയുടെ പ്രശ്നമല്ല, തെളിവിൻ്റെ പ്രശ്നമല്ല, തഖ്വയുടെ പ്രശ്നമാണ് എന്ന് വെച്ചാൽ പിന്നെ ഒരു തരത്തിൽ മനുഷ്യൻ സത്യത്തെ കാണാത്തത് അവൻ്റെ കണ്ണിനെ മറക്കുന്ന ധാരാളം കാര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവനില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഈ ആയത്ത് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഈ തഖ്വ പിന്നെ ഖുർആനിൽ
പല തഖ്വ പരാമർശിക്കാത്ത ഒരു മേഖലയും നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റില്ല. നല്ലോണം സംസാരിക്കണമെങ്കിൽ തഖ്വ വേണം എന്ന് പറയുന്ന കാണാൻ പറ്റും. അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളെ പിന്നെ ശരിയായ രീതിയിൽ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ കഴിയണമെങ്കിൽ തഖ്വ വേണം എന്ന് പറയുന്നതായിട്ട് ഇങ്ങനെ ധാരാളം കാണാൻ. അതിൽ ഒരായത്ത് സൂറ അഅറാഫിൽ 201 ആയത്തിൽ ഇന്നല്ലദീന അത്തഖൗ, ഒരാൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്താൻ, ഷെയ്ത്താൻ അയാളെ പ്രലോഭിപ്പിച്ചാൽ തദക്കറു, അപ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ വരും. ഫഇദാഹും മുബ്സിറൂൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ റോഡിലൂടെ പോവാണ് എന്ന് വെക്കുക. റോഡിലൂടെ ഇങ്ങനെ പോകുമ്പം ഇസ്ലാമികമായിട്ട് നമ്മൾ കാണാൻ പറ്റാത്തൊരു കാഴ്ച നമ്മുടെ മുന്നിലൂടെ പോവാണ്. സ്വാഭാവികമായിട്ടും ഫഅൽഹമഹ ഫുജൂറഹ ഫതഖ്വാഹ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കണ്ണ് അതിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രലോഭനം ഉണ്ടാവും. ഒരാൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ, അള്ള പറയാണ് ഇവിടെ, ഒരാൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ ഷെയ്ത്താൻ്റെ ഈ പ്രലോഭനം വരുമ്പം തന്നെ തദക്കറു, അവനെന്ത് ചെയ്യും? അള്ളാഹിനെ ഓർക്കും, എന്നിട്ട് കണ്ണിനെ താഴ്ത്തും. അത് തെറ്റിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ ആ ലാസ്റ്റ് മൊമെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാധാരണ എപ്പോഴാണ് നമുക്ക് ബോധം വരാം? സാധാരണ ഇപ്പോൾ ബോധം വരാൻ വെച്ചാൽ ആ നോക്കിക്കഴിഞ്ഞിട്ട് കുറ്റബോധം വന്നിട്ട് പിന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് ഇത് സെക്കൻഡ് വേറെ താഴ്ന്ന സ്റ്റേജാണ്. അള്ളാഹ് ഇവിടെ വേറെ ഉയർന്ന സ്റ്റേജാണ് പറയുന്നത്. നിങ്ങൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ നിങ്ങളൊരു തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ആ മൊമെൻറ്റിൽ മനസ്സ് പിടിച്ചു നിർത്തും. തദക്കറു, അള്ളാഹിനെ ഓർക്കും. അള്ളാഹിനെ ഓർത്തിട്ട് അതിൽ നിന്ന് തിരിച്ചു വരും. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആ സ്ത്രീയുമായിട്ടുള്ള വിഷയത്തിൽ ഖുർആൻ വളരെ സുന്ദരമായി ഇതിങ്ങനെ പറയുന്നതിൻ്റെ അടുത്ത് എന്താണ്, ആ സ്ത്രീ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിച്ചു. ആ വശീകരണത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം വീഴാതിരിക്കാനുള്ള കാരണമായിട്ട് ഖുർആൻ അതിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിലും ആ പ്രലോഭനം വന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വീഴാതിരിക്കാനുള്ള കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നു, ആ സമയത്ത് തനിക്ക് അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഓർത്തു എന്നതാണ്. ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു കേസ് വിധിക്കാൻ പോകുമ്പം, തെറ്റായി വിധിക്കാൻ പോകുമ്പം ആ മൊമെൻറ്റിൽ പെട്ടെന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി എന്തോ ഒരു തെറ്റ് വരാൻ പോകുന്നു. ഇതാണ് ആ റിയലൈസേഷൻ എന്ന് പറയുന്നത് തഖ്വയുള്ളൊരു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പരദൂഷണത്തിൻ്റെ മൊമെൻറ്റ്, ആ മൊമെൻറ്റിൽ നമുക്ക് ഈമാൻ കയറുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്തായാലും വരും. നമ്മൾ വല്ലാത്ത മോശം ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ കുറ്റബോധം വരും. ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. തെറ്റിൻ്റെ ആ മൊമെൻറ്റിൽ തദക്കറു വരുന്നുണ്ടെങ്കിൽ അതാണ് തഖ്വയുടെ ലക്ഷണം എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി പിന്നെ പരീക്ഷണങ്ങൾ നമുക്ക് ഭയങ്കര കടുപ്പമുള്ള ജോലി നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുമ്പം അള്ളാഹു പറയുന്നത് വ ഇൻ തസ്ബിറു വ തത്തഖു, ഒരാൾക്ക് ക്ഷമയും തഖ്വയും ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? അള്ളാഹിൻ്റെ മാർഗത്തിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവസാനമായിട്ട് അപ്പം ഇതാണ് തഖ്വ. വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ബേസിക് കൺസെപ്റ്റാണ്. ഈമാൻ നിലനിർത്താൻ ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ ഒരു ഈമാൻ്റെ എതിരെ വരുന്ന എല്ലാതരം പ്രലോഭനങ്ങളെയും പ്രതിരോധിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ കഴിവാണ് തഖ്വ എന്നുള്ളതാണ്, ഈമാനെ സസ്റ്റെയിൻ ചെയ്യാൻ. ഇനി ഖുർആനിൽ നമ്മൾ തഖ്വ പാലിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും, ഉറപ്പായിട്ടും നഷ്ടം വരും. നമ്മൾ തഖ്വ പാലിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ നഷ്ടം വരും. ഇപ്പം നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഒരു സാമ്പത്തിക വിഷയത്തിൽ തഖ്വ പാലിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കച്ചവടത്തിന് നഷ്ടം വരും, നമുക്ക് പല രീതിയിൽ നഷ്ടം വരും. അള്ളാഹു തഖ്വ പാലിക്കാനുള്ള പ്രചോദനമായിട്ട് ഖുർആനിൽ ധാരാളം ആയത്ത് പറയുന്നുണ്ട്. അതിലൊരായത്ത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എപ്പോഴും കാണാതെ പഠിച്ച് കൊണ്ട് നടക്കേണ്ടുന്ന ഒരായത്തായിട്ടാണ് പിന്നെ ഖുർആനിൽ നമുക്ക് കാണാം. സൂറ തലാഖിലെ 2-3 ആയത്ത്. വമൻ യത്തഖില്ല, ആരെങ്കിലും തഖ്വ പാലിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു എന്ത് ചെയ്യും? അവന് എന്ത് വിഷയത്തിലാണെങ്കിലും അതിൽ നിന്നൊരു എക്സിറ്റ് അള്ളാഹു അവന് കാണിച്ചു കൊടുക്കും. മഖ്റജ് എന്ന് നിങ്ങൾ ഏതെങ്കിലും റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ മഖ്റജ് എന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങൾ തഖ്വ പാലിക്കാൻ റെഡിയായാൽ നമ്മൾ എന്തൊക്കെ പ്രശ്നത്തിലാണെങ്കിലും ഏതെങ്കിലും പിന്നെ ഇവിടെ പെട്ടിരിക്കുകയാണെങ്കിലും അള്ളാഹു എന്ത് ചെയ്യും? ഒരു മഖ്റജ് കാണിക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും അവന് റിസ്ക് കൊടുക്കും. ആലോചിച്ച് നോക്കിയാൽ എന്തൊരു പ്രയോഗമാണ്.
നമ്മൾ തഖ്വ പാലിക്കാൻ റെഡിയായാൽ ഒരു പ്രശ്നത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കും. രണ്ടാമത്, നമ്മൾ ചിന്തിക്കാത്ത, ഊഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമുക്ക് റിസ്ക് വരും. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, പെട്ടെന്നായിരിക്കും ഒരു പ്രശ്നം വരുമ്പം ആരോ അവിടെ നിന്നുകൊണ്ട് നമുക്കൊരു സഹായം. ഇതാണ് തഖ്വ പാലിക്കാനുള്ള പ്രചോദനമായിട്ട് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. അതേ സൂറത്ത് തലാഖിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആയത്ത് പറയുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അള്ളാഹ് എന്ത് ചെയ്യും? അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാകും. നമ്മൾ തഖ്വ പാലിക്കാൻ റെഡിയായ ഇത് പറയുന്ന ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തഖ്വ പാലിക്കുന്ന മൊമെൻറ്റിൽ നഷ്ടം വരുമ്പോഴാണ് ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. കുറച്ച് നഷ്ടം വന്നാലും അള്ളാഹു റിസ്ക് തരും. കുറച്ച് നഷ്ടം വന്നാലും ആ പലിശ എടുക്കാതെ തന്നെ കുറച്ചൊന്ന് പിടിച്ചു നിന്നാൽ, ആ ആർഭാടം നമുക്കൊന്ന് കുറക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? റിസ്ക് തരുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ തന്നെ ആ തഖ്വ പാലിക്കാനുള്ള പ്രചോദനമാണെന്ത്? സ്വർഗത്തിൻ്റെ വിവരണമായിട്ട് ഈ ആയത്തിൽ പറയുന്നത്. അതിൽ 3 വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുക: നഈമ്, ഫാക്കിഹ്, ഹനിയൻ. ഈ 3 വാക്കിൻ്റെ ഒരു പ്രത്യേകത പൂർണ്ണമായി ഒരു സാധനത്തിനെ ആസ്വദിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൽ നടക്കാൻ പോകുന്നത്. അതെന്താണ്? തഖ്വ ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് എന്ന് കാണാൻ പറ്റും. എന്താണ് ഈ ആയത്തിൻ്റെ ജീവിത പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആയത്തിനെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തുക? അടുത്തൊരാഴ്ച ജീവിതത്തിൽ ഈ ആയത്തിനെ പകർത്തുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ടത് നമുക്ക് സത്യം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിരിക്കുമ്പം ഇത് ആലോചിക്കേണ്ടതാണ്. നമ്മൾ വെള്ളിയാഴ്ച ഒരു ഖുതുബ കേൾക്കുന്നു, ഒരു ഖുർആൻ ക്ലാസ് കേൾക്കുന്നു, ഒരാളുടെ ഉപദേശം കേൾക്കുന്നു, കുറേ സത്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നിനക്ക് നിസ്കരിച്ചൂടെ, ഖുർആൻ പഠിച്ചൂടെ, നന്നായിക്കൂടെ, ധാരാളം ഉപദേശങ്ങളാണ്, സത്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ സത്യം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമുക്ക് എവിടെയെങ്കിലും ഒരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ പെട്ടെന്ന് ഒരാൾ സത്യം എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ ഇല്ലാതാക്കുന്ന ക്യാരക്ടറാണ് തഖ്വ. നമ്മുടെ തഖ്വ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് വിലയിരുത്തി വെക്കുക. ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ ഒരു കുറവിനെ കുറിച്ച് ഒരാൾ പറയുമ്പം നമുക്ക് എന്താ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്? എന്തോ ഒരു ദേഷ്യമാണോ വരുന്നത്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനാണോ? എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക്, ആ ഈഗോ ആണ് നമ്മളെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ തഖ്വ കുറവാണ് എന്നതിൻ്റെ എഫക്റ്റാണ്. ഇതിനെ വിലയിരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റിൻ്റെ മൊമെൻറ്റിൽ വെറുതെ ആലോചിച്ച് നോക്കുക. അടുത്തൊരാഴ്ച വെറുതെ ഒന്ന് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ധാരാളം വീഴ്ചകൾ വരുന്നവരാണ്. എപ്പോഴാണ് നമുക്ക് ബോധം വരുന്നത്? വീഴ്ചൻ്റെ കഴിഞ്ഞിട്ടാണോ അതോ വീഴാൻ പോകുന്ന ആ മൊമെൻറ്റിൽ നമുക്ക് ബോധം വരുന്നുണ്ടോ? തദക്കറു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മൂന്നാമത്, ഇന്നത്തെ ക്ലാസ്സിൽ തിരയുന്ന പാഠം, നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പം നഷ്ടങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പട്ടിണി, സാമ്പത്തിക നഷ്ടം. ഈ നഷ്ടങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ ഹനിയൻ അല്ലെങ്കിൽ നഈമ് അല്ലെങ്കിൽ വമൻ യത്തഖില്ല, അള്ളാഹു പലയിടത്തു നിന്ന് റിസ്ക് തരും എന്ന പ്രചോദനം നമ്മൾ കൊണ്ടു നടക്കുക എന്നുള്ളതും ഇന്നത്തെ ക്ലാസ്സിൽ തരുന്ന പാഠമാണ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് എല്ലാ സന്ദർഭത്തിലും തഖ്വ പാലിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു ഏതെങ്കിലും സാഹചര്യത്തിൽ വളരെ വെല്ലുവിളിയായിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിൽക്കാമെന്ന് തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ അവൻ്റെ പ്രതിഫലം, അവൻ്റെ മുഖം, അവൻ്റെ റിള കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പ്രചോദനത്താൽ അതിനെ മറികടക്കാനുള്ളൊരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ ഈമാനിനെ മരണം വരെ നിലനിർത്താൻ മാത്രമുള്ള ശക്തിയുള്ളൊരു തഖ്വ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.